ഇന്നൊരു അടിപൊളി ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ സാധാരണ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന ചിക്കൻ ടിക്ക മസാലയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ശരിക്കും അതേ രുചിയിൽ ചപ്പാത്തി, പൊറോട്ട, ചോറിൻ്റെ ഒക്കെ കൂടെ നല്ല അടിപൊളിയായിട്ടുള്ള കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു കറിക്ക് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 400 ഗ്രാമിനടുത്ത് ചിക്കനാണ് കേട്ടോ. ചിക്കൻ എല്ലോട് കൂടിയോ എല്ലില്ലാത്ത ചിക്കനോ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ എല്ലോട് കൂടിയുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലോട്ടേക്ക് ആവശ്യാനുസരണമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ മുഴുവനായിട്ട് വറ്റൽമുളക് ചതച്ചത്, ചില്ലി ഫ്ലേക്സ് ആയിട്ട് കയ്യിലുള്ളത് അത് ഉപയോഗിച്ചാൽ മതി. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തത് മുളക് പൊടിയാണ്. ഇത് ഞാൻ കാശ്മീരി മുളകും സാധാരണ മുളകും ഒന്നിച്ച് പൊടിച്ചിട്ടുള്ള പൊടിയാണ് കേട്ടോ. അത് 2 ടീസ്പൂൺ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം അഥവാ കറി ജീരകം പൊടിച്ചിട്ടുള്ള പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ മുഴുവനായിട്ട് ഗരം മസാല പൗഡർ കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി നരച്ച് വെച്ചിട്ടുള്ളത് 1 ടീസ്പൂൺ, 1 ടീസ്പൂൺ മുഴുവനായിട്ട് ചേർക്കാം. അതുപോലെ തന്നെ ഒരു ചെറിയ നാരങ്ങയുടെ ജ്യൂസ് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഏകദേശം 1-2 ടേബിൾ സ്പൂൺ വരും. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. സാധാരണ ഇതിനകത്ത് തൈര് കൂടി മിക്സ് ചെയ്യാൻ നമ്മൾ തൈര് മിക്സ് ചെയ്യുന്നില്ല, ജസ്റ്റ് ചെറുനാരങ്ങ നീര് മാത്രം മതി. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 20 മിനിറ്റിനടുത്ത് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കശുവണ്ടി പരിപ്പാണ്. ഞാനൊരു 10-15 എണ്ണത്തിനടുത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. സാധാരണ ക്രീമാണ് ഉപയോഗിക്കാറ്, നമ്മൾ ക്രീം ഉപയോഗിക്കുന്നില്ല. കശുവണ്ടി പരിപ്പിനകത്തോട്ടൊക്കെ വെള്ളം ഒഴിച്ചിട്ട് ഇത് കുതിരാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് അങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ ഒന്ന് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഒരു 20 മിനിറ്റിന് ശേഷം നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അല്ലേ. അപ്പോൾ ചൂടായി വന്ന പാനിനകത്തോട്ടേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ 1-2 ടേബിൾ സ്പൂൺ ധാരാളമാണ്, കൂടുതൽ എണ്ണ ഉപയോഗിക്കരുത് കേട്ടോ. ഈ ഒരു റെസിപ്പിക്ക് നമുക്ക് കൂടുതൽ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒത്തിരി എണ്ണ ഒട്ടും വേണ്ട. നമ്മൾ സാധാരണ ഗ്രില്ല് ചെയ്തിട്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ഒരു 1-2 ടേബിൾ സ്പൂൺ എണ്ണ തന്നെ ധാരാളമാണ്. മുഴുവൻ ചിക്കനും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു സൈഡ് ഒന്ന് പാകാവാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്താൽ മതി. കുറച്ച് സമയം എടുത്തിട്ട് തന്നെ കുക്ക് ചെയ്യുക. എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുക. ഒരു സൈഡ് നന്നായിട്ട് പാകമായി വരുമ്പോൾ തിരിച്ചിട്ടിട്ട് മറ്റേ സൈഡും അത്യാവശ്യം ഒന്ന് മൊരിഞ്ഞ് വരണം കേട്ടോ. അപ്പോഴാണ് ആ ഒരു കറിയിലൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി കറിയിലോട്ടുള്ള മസാല തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഒരു പാത്രം വെച്ച് ചൂടായി വരുമ്പോൾ 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് നമുക്ക് സവാള അരിഞ്ഞതാണ് ചേർക്കാനുള്ളത്. ഒരു 2 മീഡിയം സൈസുള്ള സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം ചെറിയ സൈസിലൊന്ന് കട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലത് കേട്ടോ. ഈ ഒരു സമയത്ത് തന്നെ ഇതിലോട്ടേക്ക് വെളുത്തുള്ളി ഇഞ്ചിയും കൂടി അരച്ച് വെച്ചിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള വഴറ്റുന്ന സമയത്ത് നമ്മൾ സാധാരണ വഴറ്റുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ ഒന്നുകൂടി നല്ല ഒരു ഗോൾഡൻ കളറായി വരില്ലേ, ആ ഒരു സമയം വരെ വഴറ്റുവാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റി ആയിരിക്കും. ഇതിലോട്ടേക്ക് ഒരു വലിയ തക്കാളി ഒന്ന് മിക്സിയിലിട്ടിട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ്. നിങ്ങളുടെ കയ്യിൽ ചെറിയ തക്കാളി ആയിട്ടാണ് ഉള്ളതെങ്കിൽ 2 എണ്ണം ഉപയോഗിക്കണം കേട്ടോ. അതായത് തക്കാളിയുടെ ടേസ്റ്റ് ഒന്നുകൂടി കയറി നിൽക്കുമ്പോഴാണ് ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് തക്കാളിയുടെ ആ ഒരു പച്ചമണക്ക മാറുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാൻ മറന്നു പോകരുത്. അപ്പോൾ ഞാൻ നന്നായി മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് നന്നായിട്ട് കുക്ക് ചെയ്തതിന് ശേഷം ഉള്ളതാണ് കേട്ടോ. അതായത് തക്കാളി നീരൊക്കെ ശരിക്കും സവാളയിൽ ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1.5 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാശ്മീരിയും സാധാരണ മുളക് ഒന്നിച്ച് പൊടിച്ചിട്ടുള്ള പൊടിയാണ്. 1 ടീസ്പൂൺ മുഴുവനായിട്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൗഡർ, ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം അഥവാ കറി ജീരകം പൊടിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. മസാലക്ക് ആവശ്യമുള്ള അത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള വഴറ്റുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു സമയത്തും ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ശരിക്കും ആ മസാലയായിട്ട് ചിക്കൻ ഒന്ന് ചേർന്ന് വരുന്ന രീതിയിൽ ഒരു 1-2 മിനിറ്റ് ഒന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടോ. അത്യാവശ്യം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഈ കറിയിലോട്ടേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന വെള്ളം നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരിക്കലും തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കരുത്, മസാലയുടെയൊക്കെ ടേസ്റ്റ് നഷ്ടപ്പെടും. അതിപ്പോൾ ഞാനൊരു അരക്കപ്പിനടുത്ത് വെള്ളം ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ച് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ കറി നല്ലതുപോലെ തിളച്ച് വരുന്ന സമയത്ത് ഇതിലോട്ടേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന കശുവണ്ടി പരിപ്പ് ആ വെള്ളവും ചേർത്ത് അരച്ച് വെച്ചിട്ടുള്ള ഒരു മിക്സാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യും. ഇപ്പോൾ ചിക്കനൊക്കെ നല്ലതുപോലെ വെന്ത് പാകമായിട്ടുള്ളതാണ്. ഇനി നമ്മൾ അടച്ച് വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഗ്രേവി എപ്പോഴും കുറച്ചൊന്ന് കുറുകി ഇരിക്കുമ്പോഴാണ് ഈ ഒരു കറി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒത്തിരി ലൂസായാലും ആ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഒന്നുകൂടി ഒരു 1-2 മിനിറ്റൊക്കെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിനകത്തോട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്ത് കുറച്ച് മല്ലി പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 2-3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെടുകെ കീറിയിട്ടൊന്നുമല്ല, ഇങ്ങനെ തന്നെ. കുറച്ച് കസൂരി മേത്തി നമ്മൾ പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ ഇതിന് ശരിക്കും ആ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കിട്ടും.
അപ്പോൾ അതും ഞാനൊരു ഇത്തിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഫൈനലായിട്ട് ഇതിലോട്ടേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കര സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഞാൻ അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. സാൾട്ടഡ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഉപ്പൊക്കെ നോക്കിയിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. ഇനി കറി ഒന്നുകൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് തിള വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും നല്ല ടേസ്റ്റാണ്. നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റ് നമുക്ക് ഇതുപോലെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. ഈ ഒരു ചിക്കൻ ടിക്ക മസാല ശരിക്കും നല്ല കോമ്പിനേഷനാണ്. നമ്മൾ ഉണ്ടാക്കുന്ന റൈസിൻ്റെ കൂടെയാണെങ്കിൽ അതുപോലെ ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ട, ബട്ടർ നാൻ എല്ലാത്തിൻ്റെ കൂടി നല്ല കോമ്പിനേഷനാണ് കേട്ടോ. നല്ല ചൂടോടുകൂടി വേണം എപ്പോഴും ഈ ഒരു കറിയൊക്കെ സെർവ് ചെയ്യാൻ. അപ്പോൾ ആ ഒരു ടേസ്റ്റൊക്കെ ശരിക്കും കിട്ടുന്നതിന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുന്നു വിശ്വസിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ടേക്ക് കെയർ. ബൈ ബൈ.